ഒക്ടോബർ 7 അരങ്ങേറിയ ഹമാസ് ഓപ്പറേഷൻ തൂഫാനുൽ അക്സയ്ക്ക് ശേഷം ഹമാസിനെ വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തോടെ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരതകളിൽ 18,700ഓളം മനുഷ്യജീവനുകളാണ് ഇതുവരെ പൊലിഞ്ഞത്. എന്നാൽ ഹമാസിനെ തുടച്ചു നിൽക്കുക എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യം സംഘർഷങ്ങൾ 3 മാസത്തോടടുക്കുമ്പോഴും ഫലം കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ഹമാസിന്റെ 36ാം സ്ഥാപക ദിനം. ഇത് ഫലസ്തീൻ ഗ്രൂപ്പിന്റെ അവസാന ജന്മദിനമായിരിക്കുമെന്നാണ് ഇസ്രായേൽ ആശംസിച്ചത്. 36 വർഷം മുമ്പ് ഈ ദിവസമാണ് ഹമാസ് സ്ഥാപിതമായത്. ഈ ജന്മദിനം അതിന്റെ അവസാനത്തേതായിരിക്കട്ടെ, ഇസ്രായേൽ എക്സിൽ കുറിച്ചു. ഹമാസിനെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ ജന്മദിന കേക്കിൽ മെഴുകുതിരികൾക്ക് പകരം റോക്കറ്റുകളാണുള്ളത്. ഗസയെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കാനും പോസ്റ്റിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്രായേലി സേനയെ തെല്ലും ഭയമില്ലെന്ന് പ്രഖ്യാപിച്ചാണ് ഹമാസ് തിരിച്ചടികൾ ഒരുക്കുന്നത്. ഉയർന്ന ഓഫീസർമാരടക്കം ഇതുവരെ 435 സൈനികർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ലോകത്ത് ഡയപ്പർ ധരിക്കുന്ന ഏക സൈന്യമാണ് ഇസ്രായേലിൻ്റേത് എന്നതാണ് ഓരോ യുദ്ധം കഴിയുമ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന അസാധാരണമായ അറിവ്. നിങ്ങൾക്ക് സയനിസ്റ്റ് സേനയുടെ ഭീരുത്വത്തിന്റെ വ്യക്തമായ ചിത്രം ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അവർക്ക് യുദ്ധക്കളത്തിലിറങ്ങി ആൺകുട്ടികളോട് പോരാടാൻ ഭീതിയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഹമാസ് വക്താവ് അബു ഉബൈദ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗസയിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഏൽക്കുന്നത് എന്ന് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു. യുദ്ധത്തിൽ വലിയ വില നൽകേണ്ടി വന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇസ്രായേൽ മധ്യസ്ഥ നീക്കങ്ങൾ തേടിയെന്നും റിപ്പോർട്ടുണ്ട്. ലോകതലത്തിലെ വ്യാപക ഒറ്റപ്പെടൽ, കരയുദ്ധത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത തിരിച്ചടി, ബൈഡൻ ഭരണകൂടവുമായുള്ള വിയോജിപ്പ് എന്നിവയ്ക്കിടയിൽ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ വലയുകയാണെന്ന് ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം അറിയിച്ചു. ഹമാസിനെതിരായ പോരാട്ടം അവസാനിപ്പിക്കാൻ ഇനിയുമേറെ സമയമെടുക്കുമെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞിരുന്നു. കരയാക്രമണം ആഴ്ചകളോളം നീണ്ടു നിൽക്കുമെന്നും കൂടുതൽ സൈനിക പ്രവർത്തനങ്ങൾ മാസങ്ങളോളം തുടരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഞങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ പോകുന്നു, ഇസ്രായേലിന്റെ ഭാവിക്ക് വേണ്ടിയാണ് പോരാടുന്നത്, ഗാലന്റ് വ്യക്തമാക്കി. ഹമാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ബന്ദികളാക്കിയ എല്ലാവരെയും തിരിച്ചു പിടിക്കുന്നത് വരെ പോരാട്ടം തുടരാനാണ് ഇസ്രായേൽ നീക്കം. ഹമാസിന്റെ പക്കൽ ഇപ്പോഴും 117 ബന്ദികളുണ്ടെന്നും ആക്രമണത്തിനിടയിലോ ബന്ദിയാക്കപ്പെട്ട സമയത്തോ മരിച്ച 20 പേരുടെ മൃതദേഹങ്ങൾ ഉണ്ടെന്നുമാണ് ഇസ്രായേലിന്റെ ആരോപണം. കഴിഞ്ഞ മാസം 100-ലധികം ബന്ദികളെ വിട്ടയച്ചിരുന്നു. ബന്ദികളെ ജീവനോടെ തിരികെ വേണമെങ്കിൽ ഗസക്കെതിരായ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് മുതിർന്ന ഹമാസ് വക്താവ് ഉസാമ ഹംദാനും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. യുദ്ധം അവസാനിക്കുന്നതുവരെ ബന്ദിമോചനത്തെക്കുറിച്ച് ഇനി ചർച്ചയില്ലെന്നും ബെയ്റൂത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ബന്ദികളെ കണ്ടുപിടിക്കുന്നതിൽ ഇസ്രായേൽ സൈന്യം നേരിട്ട പരാജയം അവർ മൊത്തത്തിൽ പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവാണ്. സൈനിക നീക്കത്തിലൂടെ ബന്ദികളെ ജീവനോടെ പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ അതിന് ശ്രമിക്കരുത്. നിങ്ങളുടെ ഓരോ നീക്കവും അവരുടെ ജീവൻ അപകടപ്പെടുത്തുക മാത്രമാണ് ചെയ്യുക, ഇസ്രായേൽ അധികൃതരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹംദാൻ പറഞ്ഞു. ഗസയിൽ നെതന്യാഹുവിന് ലക്ഷ്യം കൈവരിക്കാൻ കഴിയില്ല. അതിൽ അവർ വിജയിക്കില്ല. വിചാരണയിലും തടവിലുമായിരിക്കും നെതന്യാഹുവിന്റെ അവസാനം. ഗസയിലുള്ള ഇസ്രായേൽ സൈനികരുടെ മടക്കം ഒന്നുകിൽ കൊല്ലപ്പെട്ട നിലയിലോ അല്ലെങ്കിൽ പരിക്കേറ്റ നിലയിലോ ആയിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.